എന്തായാലും ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കും. UGC കരട് ചട്ടം പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിക്കും. ചട്ടം 118 പ്രകാരമുള്ള പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം കൂത്താട്ടുകുളം വിഷയത്തിലൂന്നി സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഇന്ത്യൻ റെയിൽവേയുടെ കേരളത്തോട് തുടരുന്ന അവഗണനയും സഭയിൽ ഉയർന്നു വന്നേക്കും. നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി ചേരുന്നത്. നമുക്ക് നോക്കാം സഭയിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. നിർഭനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയുടെ മുന്നിൽ നിന്ന്. നിർഭൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിയമസഭയുടെ തിരക്കുകളിലേക്ക് നമ്മളൊക്കെ കടക്കുകയാണ്. സഭാ സമ്മേളനം തുടരുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നന്ദി പ്രമേയ ചർച്ചയാണ്, നയപ്രഖ്യാപനത്തിന്മേലുള്ള. ഒപ്പം തന്നെ UGCയുടെ കരട് ചട്ടത്തിനെതിരെ സഭയിൽ നിന്ന് ഒരുമിച്ച് നിന്ന് പ്രമേയം പാസ്സാക്കാനുള്ള ഒരു സാധ്യത വരികയാണ്. മറ്റൊന്ന് പതിവ് പോലെ സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ. തീർച്ചയായും നിയമസഭാ സമ്മേളനത്തിൽ നന്ദി പ്രമേയ ചർച്ച ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾക്കൊപ്പം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുമിച്ച് നിന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ UGC ചട്ട ഭേദഗതിയിൽ സംബന്ധിച്ച് ചട്ടം 118 അനുസരിച്ച് പ്രമേയം പാസ്സാക്കും. അത് ആ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന പ്രതിപക്ഷം മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രക്ഷുബ്ധമായ സമീപനങ്ങളിലേക്ക് പോകുമെന്ന സൂചന വരുന്നുണ്ട്. ഒന്ന്, കൂത്താട്ടുകുളം വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി, ഇക്കാര്യത്തിൽ ഈ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്ന നടപടി ഉണ്ടായി എന്ന ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ പോലീസ് നടപടിയിൽ പ്രതിഷേധവും പ്രതിപക്ഷം പുറത്ത് പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയം ഇന്ന് സഭയിൽ ഉന്നയിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു ചില ആരോപണങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷം പുറത്ത് ഉന്നയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് സഭയിൽ ചർച്ചയ്ക്ക് വരും. അതുകൊണ്ട് സമ്മിശ്ര പ്രതികരണമായിരിക്കും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ സഭാ സമ്മേളനം ചേരുന്നു. കഴിഞ്ഞ ദിവസം അനുശോചന പ്രമേയം രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോചന പ്രമേയം അവതരിപ്പിച്ചായിരുന്നു സഭാ സമ്മേളനം ഇന്നലെ കഴിഞ്ഞത്. ഈ പ്രധാനപ്പെട്ട ചർച്ചയെ സംബന്ധിച്ച് പ്രതിപക്ഷം ഇന്ന് സഹകരിക്കുമോ, മറ്റു തരത്തിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് പോകുമോ എന്ന കാത്തിരുന്ന് കാണേണ്ടതാണ്. പുറത്ത് രാഷ്ട്രീയപരമായി പലതരത്തിലുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനെയും UDF-നെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കകത്ത് ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് മാത്രമാണ് അവരുടെ ഏറ്റവും ചെറുത്തുനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന വലിയ തരത്തിലുള്ള സംഘർഷങ്ങളുണ്ട്, UDF-നകത്തുള്ള ആഭ്യന്തര പടലപ്പടക്കങ്ങളുണ്ട്. ഇതിനൊക്കെ മറുമരുന്ന് എന്ന് പറയുന്നത് സഭയ്ക്കകത്ത് പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഇത്തരം നീക്കങ്ങളാണ്. അതുകൊണ്ട് കൂത്താട്ടുകുളം വിഷയം ഉയർത്തിക്കൊണ്ട് ഇന്ന് ആ വിഷയം സഭയ്ക്കകത്ത് കൊണ്ടുവരുമെന്ന സൂചനകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നൽകാൻ ഇത് ചർച്ചയ്ക്കിടയിൽ നൽകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന സഭാ സമ്മേളനത്തിൻ്റെ ഗതി എങ്ങനെയാണ് പോവുക എന്ന കാര്യത്തിൽ ഒരു ലക്ഷണം ഇത് ഇന്നത്തെ സഭാ സമ്മേളനം കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശദമായ ചർച്ചയാണ്. ആ ചർച്ചയിൽ സഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ ഒരുപോലെ പങ്കെടുക്കും. അതിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ സമീപനം എന്തായിരിക്കും എന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം കൂടിയാണ് മനു. തീർച്ചയായും. ഏതായാലും ഈ പറയുന്നത് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ UGC കരട് പ്രമേയമാണല്ലോ. നിർഭൻ, നമ്മുടെ സർവകലാശാലകളുടെ അധികാരങ്ങളെ ഹനിക്കുന്ന, സംസ്ഥാനത്തിൻ്റെ തന്നെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് ആ കരട് ചട്ടം വന്നിരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം അതിനെതിരെ ഇതിപ്പോൾ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നൊരു വിഷയമുണ്ട്. ഈ ചാൻസലറെ മുൻനിർത്തിക്കൊണ്ട് സർവകലാശാലകളിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റാനുള്ള കേന്ദ്ര നീക്കം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നതാണ്. പക്ഷേ അതിനോടൊന്നും പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല. മാത്രമല്ല പല ഘട്ടങ്ങളിലും ചാൻസലർക്ക് പിന്തുണ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ വൈകിയാണെങ്കിലും പ്രതിപക്ഷം ഇപ്പോൾ വസ്തുതകൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണോ ഇന്ന് ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല മനു. കാരണം ഈ ഗവർണറെ മുൻനിർത്തിയുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാർ പല സംസ്ഥാനങ്ങളിൽ, കേരളം മാത്രമല്ല BJP ഇതര സംസ്ഥാനങ്ങളിലെല്ലാം സമാനമായ സമീപനം സ്വീകരിച്ചിരുന്നു. കേരളത്തിൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ട സംസ്ഥാനം കേരളമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം മാത്രമല്ല, ഗവർണർ നേരിട്ടിറങ്ങി തന്നെ ഇത്തരത്തിൽ
വലിയ തരത്തിലുള്ള ആക്രമണം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കീഴ്പ്പെടുത്താനുള്ള സംഘപരിവാർ ശക്തികളുടെ ആക്രമണത്തിന് നേരിട്ട് നിന്ന് നേതൃത്വം വഹിക്കുന്ന ഗവർണറായി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയത് കണ്ടതാണ്. അന്ന് ഗവർണർക്കെതിരെ പരസ്യമായ നിലപാട് SFIയും ഇടതുപക്ഷ സംഘടനകളും അധ്യാപക സംഘടനകളൊക്കെ തെരുവിലിറങ്ങി പ്രക്ഷോഭം നയിക്കുമ്പോൾ കേരളത്തിലെ UDF എന്ത് സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. ഇന്ന് ആ സമീപനത്തിൽ നയപരമായ സമീപനത്തിൽ വലിയ മാറ്റമില്ല. അതായത് കോൺഗ്രസിൻ്റെ ദേശീയ നയം തന്നെ ഈ BJP ഇതര സംസ്ഥാനങ്ങളെ അട്ടിമറിക്കാൻ ഗവർണർമാർ ഉപയോഗിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്നത് തന്നെയാണ് AICCയുടെ നിലപാട്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ സമീപനം സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സർക്കാരിനെ മുൾമുനയിൽ നിർത്താനോ പ്രതിരോധത്തിലാക്കാനോ സർക്കാരിന് അടിക്കാനുള്ള ഒരു വടി കിട്ടിയാൽ അത് ഗവർണറെങ്കിൽ ഗവർണർ ആയിക്കോട്ടെ എന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ UGC ഇങ്ങനൊരു ചട്ട ഭേദഗതി കൊണ്ടുവരുമ്പോൾ അക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നയം സംസ്ഥാനത്തെ കോൺഗ്രസിന് നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ച് സഭയ്ക്കുള്ളിൽ പ്രമേയം പാസാക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഉണ്ടാകും. പക്ഷേ പുറത്ത് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒപ്പം സർക്കാരിനൊപ്പം കൈകോർക്കാൻ പ്രതിപക്ഷം തയ്യാറാവുമെന്ന ചോദ്യത്തിന് പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സർക്കാരുമായി സഹകരിച്ച് ഒരു തരത്തിലുള്ള സമരത്തിനും കേന്ദ്രത്തിനെതിരെ ഇല്ല എന്ന കാര്യം. നേരത്തെ മനു നമുക്ക് തന്നെ അറിയാവുന്നതാണ്. സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം മുറുക്കുമ്പോൾ ആ കാര്യത്തിൽ കേന്ദ്രത്തിൽ പോയി പ്രത്യേകിച്ച് ദില്ലിയിൽ പോയി പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിൽ അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമ്പോഴൊക്കെ തന്നെ സർക്കാരും LDF ഒക്കെ തന്നെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചതാണ്. എന്തുകൊണ്ട് ഒന്നിച്ചു നിന്ന് ഒരു പോരാട്ടമായി കൂടാ എന്ന്. അവസാനം ഘട്ടത്തിൽ MP-മാർ കേന്ദ്രത്തിൽ പോയി നിവേദനം നൽകുകയും ഈ ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കാണുകയൊക്കെ ചെയ്ത അവസാനത്തെ റിസൾട്ട് ഒഴിച്ച് നേരത്തെ ഒന്നും പ്രതിപക്ഷം കേരളത്തിൻ്റെ സർക്കാരിൻ്റെ സമീപനത്തിനൊപ്പം ഇക്കാര്യത്തിൽ യോജിച്ച സമീപനം സ്വീകരിച്ചിരുന്നില്ല എന്നതിൻ്റെ വസ്തുതയാണ്. അതുകൊണ്ട് UGC ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. പ്രതിപക്ഷവും ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ മുഖവരിയായി പറഞ്ഞതാണ്, പ്രതിപക്ഷം സംബന്ധിച്ച് രാഷ്ട്രീയം ആയുധമാക്കി രാഷ്ട്രീയ വേദിയാക്കി തുടർച്ചയായി നിയമസഭാ സമ്മേളനങ്ങൾ മാറ്റുന്ന സമീപനമാണ് കേരളത്തിൽ പ്രതിപക്ഷം കാട്ടുന്നത്. നിർണായകമായ പല ചർച്ചകൾക്ക് പോലും അവർ തന്നെ നൽകിയ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന സഭാ സമ്മേളനങ്ങളിൽ പോലും അവർ തന്നെ ബഹിഷ്കരിച്ച് പുറത്ത് പോകുന്നത് കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് എന്തൊക്കെ പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്കായിരിക്കും ഈ സഭാ സമ്മേളനം പോവുക എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മനു. ശരി, അതായത് നമുക്ക് കാത്തിരിക്കാൻ നിർബന്ധം. അധികം സമയം വേണ്ടല്ലോ. ഒരു 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ 9 മണിക്ക് സഭ ആരംഭിക്കും. അപ്പോൾ പ്രക്ഷുബ്ധമാകുമോ എന്ന് നമുക്കറിയാം. ഏതായാലും നന്ദി പ്രമേയ ചർച്ചയാണ് നയപ്രഖ്യാപനത്തിന്മേലുള്ള. അതിനിടയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സഭയുടെ ഭാഗമായി എത്തുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു നിർബൻ. ഈ വാർത്തയിൽ നമുക്ക് പിന്നീട് കാണാം. ഏതായാലും നിർബനാണ് തിരുവനന്തപുരത്ത് നിയമസഭയുടെ മുന്നിൽ നിന്ന് രാവിലെ ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചത്.